ഞാൻ പേരെടുത്ത് പറഞ്ഞു എന്നേയുള്ളൂ. മറ്റസംഖ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏറെക്കുറെ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. ഞാനിവിടെ ഇപ്പോഴിത് പറയാൻ കാരണം അത്തരത്തിലുള്ള ഒരന്തരീക്ഷത്തിലും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ തങ്ങൾക്ക് ബോധ്യമുള്ള ഒരു നിലപാടുമായി മുൻപോട്ട് പോയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിരയിൽ ആ നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നു VS. ആ അടിയുറച്ച രാഷ്ട്രീയ നിലപാട്, അന്ന് സ്വീകരിച്ച നിലപാട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം VSന് പുലർത്താനായി എന്നതാണ് പ്രത്യേകത. എത്രയോ ഗൗരവതരമായ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായി വന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി, പോളിറ്റ് ബ്യൂറോ അംഗമായി VS നിയോഗിക്കപ്പെട്ടു. ആ ഉത്തരവാദിത്വങ്ങളെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉചിതമാം വിധം അദ്ദേഹത്തിന് നിർവഹിക്കാനും സാധിച്ചു. അവസാനം തീർത്തും ആരോഗ്യം ക്ഷയിച്ച ഏതാനും വർഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലവും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് സജീവ നേതൃത്വമായി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് പ്രത്യേകത. സ്വാഭാവികമായും ഇത്തരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ ആകെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ VSന് സാധിച്ചു. കേരളത്തിൻ്റെ നേതാവായി തന്നെ VS രൂപപ്പെടുകയാണ് ചെയ്തത്. കഴിഞ്ഞ 21-ാം തീയതി VS നമ്മോട് വിട പറയുമ്പോൾ അതിനുശേഷം 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലേക്ക് മൃതദേഹവുമായി VSന്റെ സഖാക്കൾ കടന്നു വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളൊന്നുമില്ലാതെ നമ്മുടെ നാടാകെ അവസാനമായി ഒരു നോക്കു കാണാൻ, VSനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒഴുകിയെത്തുന്ന അനുഭവമാണ് ഉണ്ടായത്. ഏകദേശം 22.5 മണിക്കൂർ സമയമെടുത്തു തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ. അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ മലയാളികൾ ഒഴുകിയെത്തുകയായി. ആബാലവൃദ്ധമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ, ഭിന്നശേഷിക്കാരുൾപ്പെടെ എല്ലാവരും ഒരു പുതിയ ചരിത്രമായി ആ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ VSന്റെ ധന്യമായ രാഷ്ട്രീയ ജീവിതമാണ് ഇപ്പോൾ ഓർമ്മയായി മാറിയിട്ടുണ്ട്. നമുക്ക് ഉറപ്പിക്കാനാവും VS ഉയർത്തിപ്പിടിച്ച തെളിമയാർന്ന രാഷ്ട്രീയം വരും നാളുകളിലും കേരളത്തെ വഴികാട്ടുക തന്നെ ചെയ്യും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാനായ, സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായ VSന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ VSനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതാനും ദിവസങ്ങളായിട്ടേയും VS ഇവിടെ വാങ്ങിയിട്ട് ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നതേയില്ല. VS എന്ന 2 അക്ഷരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് VSനോടുള്ള അനാദരവാണ്, അത് മനുഷ്യത്വരഹിതമാണ്. VSനെ വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ നേതൃസ്ഥാനത്തുള്ള ഒരാൾ, എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരാൾ, ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അങ്ങനെ
ത്യാഗസമ്പൂർണവും സാഹസികവുമായ ഒരു രാഷ്ട്രീയ ജീവിതം, ആ രാഷ്ട്രീയ ജീവിതത്തിനുടമയായ VSനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഏതെല്ലാം കൽപ്പിത കഥകളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് VS തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ VS ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ VSനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ VS എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് VSനോടുള്ള അനാദരമാണ്. അത് ഈ നാട് അംഗീകരിക്കുന്നതുമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും VSന്റെ പേര് ഓർമ്മിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും VS എന്ന രാഷ്ട്രീയ നേതാവ് സർവപ്രതാപങ്ങളോടെയും കൂടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായ ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. ഞാൻ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. VSൻ്റേത് CPIM മാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ്. ആ തലമുറയിൽ നിന്ന് ഇനി ആരും നമ്മോടൊപ്പമില്ല. ചരിത്രത്തിലെ അസാധാരണമായ ഗതിവിഗതികൾക്ക് സാക്ഷ്യം വഹിച്ച തീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷികളായിരുന്ന മഹാന്മാരായ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു കാലം, ആ കാലത്തിൻ്റെ ഭാഗമായിരുന്നു VSൻ്റെ വിയോഗത്തോടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. പക്ഷേ VSൻ്റെ ഓർമ്മകൾ CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവെയും രാഷ്ട്രീയ കേരളത്തിന് തന്നെയും വെളിച്ചം പകരുന്നതായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. VSൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിക്കുന്നു, ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് VS പകർന്നു നൽകിയ രാഷ്ട്രീയ ഊർജം സ്വീകരിച്ച് മുൻപോട്ട് പോകാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.